Hello dear students, welcome to the discussion of IIT JAM 2023 physics question paper. This is the 15th lecture of this series. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. A particle moving in a general central force field, which of the following statement or statements is or are true? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആൻസേഴ്സ് കറക്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ, ദ ആംഗുലർ മൊമെൻറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഓഫ് മോഷൻ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, ആംഗുലർ മൊമെൻറ്റ് ഒരു കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ആണോ സെൻട്രൽ ഫോഴ്സ് ഫീൽഡിൽ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ജനറൽ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജനറൽ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആ ഫോഴ്സ് എന്നുള്ളത് ഡെഫിനിഷൻ ഇതാണ്. എഫ് എന്നുള്ളത് ആറിൻ്റെ മാത്രം ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ഓൺലി, ഡിസ്റ്റൻസ് ഓൺലി. ഡയറക്ഷൻ ആർ ക്യാപ്പോ മൈനസ് ആർ ക്യാപ്പോ വരെ. ഇങ്ങനെയാണ് നമ്മൾ ജനറലി സെൻട്രൽ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുക. എഫ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ്. ഇങ്ങനെയാണ് നമ്മൾ സെൻട്രൽ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, നോക്കൂ. അപ്പോൾ ഫോഴ്സ് is a function of R only. നമ്മൾക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നോക്കൂ, സെൻട്രൽ ഫോഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എടുക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ദ ജി ഇൻറ്റു m1m2 ബൈ ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് പറയുന്നത് എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ്, ഇത് കോൺസ്റ്റൻ്റ് ആണല്ലോ, 1/r സ്ക്വയർ അല്ലേ. ഇൻവേഴ്സ് സ്ക്വയറിലൊന്ന് പറയാം അല്ലെ, നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ആ ഫോഴ്സ് ഡിസ്റ്റൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എടുക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ K ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ അല്ലേ ഫോഴ്സിൻ്റെ കുളംബ്സ് ലോ ഇക്വേഷൻ. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു 1/r സ്ക്വയർ ആണ്, സിമിലർ ആണ് അവിടെ. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഫോഴ്സ് എടുക്കാം. സ്പ്രിങ്ങിൽ കാണുന്ന ഫോഴ്സ് എഫ് ഈക്വൽ ടു -kx ആണ്, അല്ലെങ്കിൽ -kr ആണ്. അവിടെ എഫ് പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. അപ്പം ഇങ്ങനെ ഫോഴ്സ് ആറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കേസുകളെയാണ് നമ്മൾ സെൻട്രൽ ഫോഴ്സസ് എന്ന് വിളിക്കുക. അപ്പം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്? ഫോഴ്സ് തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എഫ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് തീറ്റയുടെ ഫങ്ഷൻ അല്ല. പല ഡയറക്ഷനിൽ പല ഫോഴ്സ് അല്ല, എല്ലാ ഡയറക്ഷനിലും ഡിസ്റ്റൻസ് അനുസരിച്ച് ഒരേ ഫോഴ്സാണ്. ഒരേ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഒരേ ഫോഴ്സാണ്. ഫോഴ്സ് തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ആർ. അങ്ങനെയുള്ള ഫോഴ്സുകളെ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയാം. ഇനി സെൻട്രൽ ഫോഴ്സിൽ ആംഗുലർ മൊമെൻറ്റ് കോൺസ്റ്റൻ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? സെൻട്രൽ ഫോഴ്സിൽ ആംഗുലർ മൊമെൻറ്റ് കോൺസ്റ്റൻ്റ് ആകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്, എക്സ്റ്റേണൽ ടോർക്ക് എന്നുള്ളത് എന്താണ്? dl/dt ഈക്വൽ ആണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുടെ ഒരു അനാലഗസ് ഫോമാണ്. റൊട്ടേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ട്രാൻസ്ലേഷനിൽ പി നമ്മൾ എന്താ എഴുതുക? എഫ് ഇസിക്കൽ ടു dp/dt. അതിന് പകരം റൊട്ടേഷനിൽ വരുന്ന ഇക്വേഷൻ ആണിത്. അപ്പോൾ ടോ എക്സ്റ്റേണൽ ഇസിക്കൽ dl/dt. ഈ ടോ എക്സ്റ്റേണൽ 0 ആണെങ്കിൽ dl/dt 0 കിട്ടും. dl/dt 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? L ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ എപ്പോഴാണ് ആംഗുലർ മൊമെൻറ്റ് കോൺസ്റ്റന്റ് ആകുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാതെ വരുമ്പോൾ, എക്സ്റ്റേണൽ ടോർക്ക് 0 ആകുമ്പോഴാണ് ആംഗുലർ മൊമെൻറ്റ് എന്താകുന്നത്? കോൺസ്റ്റന്റ് ആകുന്നത്. ആംഗുലർ മൊമെൻറ്റ് കോൺസ്റ്റന്റ് ആകുന്നത് എപ്പോഴാണ്? ടോർക്ക് ഇല്ലാത്തപ്പോൾ. ഇനി സെൻട്രൽ ഫോഴ്സ് മോഷനിൽ ടോർക്ക് എത്രയാണ്? ഇൻ സെൻട്രൽ ഫോഴ്സ് മോഷൻ വാട്ട് ഈസ് എ ടോർക്ക്? ടോർക്കിന് നമുക്ക് എങ്ങനെ എഴുതാം? ആർക്ക്, ബേസിക് ഡെഫിനിഷൻ ആർ ക്രോസ് എഫ് എന്നാണ് അല്ലേ. നമുക്ക് ആർ എത്ര ഇവിടെ? എഫ് എത്രയാണ്? എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പാണ്. പ്ലസ് ഓർ മൈനസ് ഒക്കെ അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. ഈ ആറിനെ വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആർ വെക്റ്ററിനെ ആർ ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് എഴുതാം അല്ലേ. യൂണിറ്റ് വെക്റ്ററിൻ്റെ ഡെഫിനിഷൻ അങ്ങനെയാണ്. അപ്പോൾ ആർ ക്യാപ്പ് ക്രോസ് പ്ലസ് ഓർ മൈനസ് എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് എന്നാണ് കിട്ടുക. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആർ ഒരു സ്കാലർ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം ആണ്. എഫ് ഓഫ് ആറും സ്കാലർ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ വെക്റ്ററായിട്ട് പ്ലസ് ഓർ മൈനസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ വെക്റ്ററായിട്ട് വരുന്ന ആർ ക്യാപ്പുകളാണ്. അപ്പോൾ ആർ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് എന്നാണ് നമുക്ക് എഴുതാൻ പറ്റും. സെയിം വെക്ടറുകൾ ക്രോസ് ചെയ്യുമ്പോൾ എത്ര വരിക? 0 ആണ്. സെയിം വെക്ടറുകൾ ക്രോസ് ചെയ്യുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് 0 ആണ്. അപ്പോൾ ടോർക്ക് 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? L ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റും. L ഈസ് എ കോൺസ്റ്റന്റ്. സെൻട്രൽ ഫോഴ്സ് മോഷനിലെ ആംഗുലർ മൊമെൻറ്റ് എന്താണ്?
കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. ദിസ് ഈസ് എ കറക്റ്റ് ഓപ്ഷൻ. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി കെപ്ലർ സെക്കൻഡ് ലോ വാലിഡ് ആണോ നോക്കാം. കെപ്ലർ സെക്കൻഡ് ലോ വാലിഡ് ആണോ നോക്കാം. നോക്കൂ, കെപ്ലർ സെക്കൻഡ് ലോയിൽ പറയുന്നത് ഏരിയൽ വെലോസിറ്റിയെ പറ്റിയാണ്. അതൊരു കോൺസ്റ്റൻ്റ് ആണെന്നാണ് സെക്കൻഡ് ലോ പറയുന്നത്. നമുക്കറിയാം ഏരിയൽ വെലോസിറ്റി നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. L/2m ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ആംഗുലർ മൊമെൻറ്റം ബൈ 2m ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും ഏരിയൽ വെലോസിറ്റി. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് മാസ് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. മാസ് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം കൂടി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആകുന്നത്. അപ്പോൾ ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആകുന്നത് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ കെപ്ലർ സെക്കൻഡ് ലോ വാലിഡ് ആണ്. ഇനി ദ ലോ മോഷൻ ഈസ് കൺഫൈൻഡ് ടു എ പ്ലെയിൻ. ഒരു പ്ലാനർ മോഷനാണ്. സെൻട്രൽ ഫോഴ്സ് മോഷൻ പ്ലാനർ മോഷനാണ്. സർക്കിൾ ആയിക്കോട്ടെ, എലിപ്സ് ആയിക്കോട്ടെ, പരാബോള ആയിക്കോട്ടെ, ഹൈപ്പർബോള ആയിക്കോട്ടെ, ഒരു പ്ലെയിനിൽ നടക്കുന്ന മോഷനാണ്, പ്ലാനർ മോഷനാണ്. ഇനി കെപ്ലർസ് തേർഡ് ലോ വാലിഡ് ആണോ എന്നുള്ളതാണ് ഓപ്ഷൻ ഡി. നമുക്ക് തേർഡ് ലോ എന്ന് പറഞ്ഞാൽ T² പ്രൊപ്പോർഷണൽ ടു A³ എന്നാണ്. T² എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ. T എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദ പ്ലാനറ്റ് റൗണ്ട് ദ സൺ. A എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സ് ഓഫ് ദ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ സെമി മേജർ ആക്സ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ സർക്കിളാണെങ്കിൽ നമുക്ക് ഇത് സർക്കിളാണെങ്കിൽ നമുക്കിത് അപ്രോക്സിമേറ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. T² പ്രൊപ്പോർഷണൽ R³ എന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ സെൻട്രൽ ഫോഴ്സ് മോഷൻ എപ്പോഴും സർക്കിളോ എലിപ്സോ ആയിരിക്കണം നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി പരാബോള, ഇറ്റ് ക്യാൻ ബി ഹൈപ്പർബോള. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഹൈപ്പർബോളയും പരാബോളയൊക്കെ വരുമ്പോൾ നമുക്ക് T² പ്രൊപ്പോർഷണൽ ടു A³ എന്നൊരു ഇക്വേഷൻ അവിടെ ജനറലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചില പാത്തുകൾ ക്ലോസ്ഡ് അല്ല. അപ്പോൾ സെൻട്രൽ ഫോഴ്സ് മോഷനിൽ ഒരു ടൈം പീരീഡ് തന്നെ വരില്ല. ക്ലോസ്ഡ് അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ വന്ന പൊസിഷനിലേക്ക് തിരിച്ചു അല്ലേ, പോകുന്ന പൊസിഷൻ തിരിച്ചു വരുന്നില്ലെങ്കിൽ നമുക്കൊരു ടൈം പീരീഡ് തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ജനറൽ ഇക്വേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ മറ്റ് മൂന്നെണ്ണവും ജനറൽ ഇക്വേഷൻ ആയിട്ട് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റം സെൻട്രൽ ഫോഴ്സ് മോഷനിൽ കോൺസ്റ്റൻ്റ് ആണ്. കെപ്ലർ സെക്കൻഡ് ലോ വാലിഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്നുള്ള കൺസെപ്റ്റ്. ദ മോഷൻ ഈസ് കൺഫൈൻഡ് ഇൻ ദ പ്ലെയിൻ. അപ്പോൾ ഇവിടെ A, B ആൻഡ് C ആർ കറക്റ്റ്. അതാണ് മനസ്സിലായി. മൂന്നും കറക്റ്റാണെന്നുള്ളതാണ്. മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റൻ ആണ്. അതിൻ്റെ Aയും Bയും Cയും കറക്റ്റ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് ക്ലിയറായി. സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ ഡെഫിനിഷനും ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് എന്ന കൺസെപ്റ്റും ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്നുള്ള കൺസെപ്റ്റും ഇറ്റ്സ് എ മോഷൻ 2 ഡയമെൻഷൻ, ആ കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ക്വസ്റ്റൻ ആയിട്ട് വരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.